ഹലോ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വന്നിരിക്കുന്നത് 8th പേ കമ്മീഷനെ കുറിച്ച് നിങ്ങളോട് കുറേ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾക്ക് നോക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഓഫറാണ് 8th പേ കമ്മീഷൻ എന്ന് പറയുന്നത്. കുറേ ആളുകൾക്ക് എന്താണ് ഈ പേ കമ്മീഷൻ, എങ്ങനെയാണ് നമ്മുടെ സാലറി കൂടാനായിട്ട് പോകുന്നത്, സാലറിക്കകത്ത് വലിയൊരു വ്യത്യാസം വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ കാത്തിരിക്കുന്ന കുറേ ആളുകളുണ്ടെന്നറിയാം. അവർക്ക് കൃത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഈ കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത എല്ലാ ആളുകളെയും ഞാൻ ഈ വീഡിയോ കാണാനായിട്ട് ക്ഷണിക്കുകയാണ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് നമുക്ക് ഈ ടൈമിൽ തരുന്ന ഒരു അട്രാക്ഷൻ എന്താണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ കൃത്യമായി നിങ്ങളെ പറഞ്ഞു തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സെൻട്രൽ ഗവൺമെൻറ് എക്സാംസ് എന്ന് പറയുമ്പോൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന പരീക്ഷകളുണ്ട്, UPSCയുടെ പരീക്ഷകളുണ്ട്, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ പരീക്ഷകളുണ്ട്. ഇത് കൂടാതെ ഇന്റലിജൻസ് ബ്യൂറോ, അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി, അതുപോലെ തന്നെ നമ്മുടെ ISRO പോലെയുള്ള ഒരുപാട് കേന്ദ്ര ഏജൻസികൾ അല്ലെങ്കിൽ കേന്ദ്ര ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളുടെ പരീക്ഷകളെ പറ്റിയാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റെയിൽവേ എക്സാമുകളെ കുറിച്ചും ആ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന 8th പേ കമ്മീഷനിലൂടെ നിങ്ങൾക്ക് വരാൻ പോകുന്ന സാലറിയുടെ ചേഞ്ചിനെ പറ്റിയുമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എന്താണ് 8th പേ കമ്മീഷൻ? നിങ്ങൾക്കറിയാം, ഓരോ 10 വർഷം കൂടുമ്പോഴും സാലറിക്കകത്ത് എന്തുണ്ടാവുന്നുണ്ട്, ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. സാലറി ഇപ്പോഴത്തെ നമ്മുടെ പല കാര്യങ്ങളെ വെച്ചിട്ടാണ് സാലറിയിലൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഗോൾഡിന്റെ റേറ്റ് വളരെയധികം കൂടിയിരിക്കുന്നതായിട്ട് കേട്ടു. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ നിത്യത്തിലുള്ള ചെലവുകളൊക്കെ ഒരുപാട് വർദ്ധിച്ച് അപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി കൊണ്ടൊന്നും ജീവിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസിനെ സംബന്ധിച്ച് നിലവിലത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അവരുടെ സാലറിയിൽ എന്തുണ്ടാവണം, ഇൻക്രീസ് ഉണ്ടാവണം. അപ്പോൾ ഓരോ 10 വർഷം കൂടുമ്പോഴും നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് അവരുടെ ബേസിക് പേയിൽ ഒരു ചേഞ്ച് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു റിവിഷൻ മിനിമം സ്കെയിലും അതുപോലെ തന്നെ മാക്സിമം സാലറിയിലും ഉണ്ടാകുന്ന ചേഞ്ച് ആണ് ഈ പേ കമ്മീഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പുതിയ പേ കമ്മീഷൻ ഇനി എന്നാണ് വരാൻ പോകുന്നത്, 8th പേ കമ്മീഷൻ എന്നാണ് വരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ 2026 8th പേ കമ്മീഷൻ നിലവിൽ വരാനായിട്ട് പോകുന്നത്. ഇത് സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്ക് പഠിക്കുന്നവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ കയറാനായിട്ട് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ വസ്തുത മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അടുത്ത പേ കമ്മീഷൻ നമുക്ക് നിലവിൽ വരുന്നത് ഈ 2026 എന്ന് പറയുന്ന ടൈമാണ്. അപ്പോൾ അതിലേക്ക് കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഒരു അനൗൺസ്മെന്റ് നടത്തി, നമ്മൾ 2026 കൂടി 8th പേ കമ്മീഷൻ ഇംപ്ലിമെന്റ് ചെയ്യും എന്നൊരു അനൗൺസ്മെന്റ് നടത്തി. അപ്പോൾ ഇതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടീസിനെ സംബന്ധിച്ച് അവരുടെ ഇലക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അവർ ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ സ്ട്രക്ചർ കൊണ്ടുവരും. ഇപ്പൊ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി, ഇപ്പൊ നമ്മുടെ ആനുവൽ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എംപ്ലോയീസിന്റെ ഒക്കെ ടാക്സ് അല്ലെങ്കിൽ 12 ലക്ഷം വരെ വരുമാനമുള്ള ആളുകൾക്ക് ആരും തന്നെ ഇൻകം ടാക്സ് പേ ചെയ്യേണ്ട എന്നൊരു സിസ്റ്റം ഒക്കെ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? മിഡിൽ ക്ലാസ്സിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു. സത്യത്തിൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ട് വരുന്നവർക്ക് വലിയൊരു അട്രാക്ഷനാണ്. ഒരു വർഷം 12 ലക്ഷം രൂപ സാലറി മേക്ക് ചെയ്യുന്ന ആളുകൾ, അതായത് ഒരു മാസം 1 ലക്ഷം രൂപ സാലറി ഉണ്ടാക്കുന്ന ആളുകൾക്ക് പോലും അല്ലെങ്കിൽ കിട്ടുന്ന ആളുകൾക്ക് പോലും എന്ത് പേ ചെയ്യേണ്ട, 1 രൂപ പോലും ഇൻകം ടാക്സ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യേണ്ട എന്നുള്ളതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഈ 8ാമത്തെ പേ കമ്മീഷനിലേക്ക് വരുമ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഈ ഒരു വലിയ ടാക്സ് റിഡക്ഷനും അതുപോലെ തന്നെ പുതുതായി വരുന്ന സാലറി സ്കെയിലും മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ഗവൺമെന്റ് എംപ്ലോയീസ് ആയിട്ടുള്ള ആളുകൾക്ക്, ഇപ്പോൾ 1 ലക്ഷം രൂപ മുകളിലൊക്കെ സാലറി മേക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും മിഡിൽ ക്ലാസ് എന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നമുക്ക് ക്ലാസ് ആയിട്ടൊക്കെ ജീവിച്ചു പോകാനുള്ള ഒരു സാലറി എന്ത് ഓഫർ ചെയ്യുന്നുണ്ട്, സെൻട്രൽ ഗവൺമെന്റ്സ് ഓഫർ ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഞാൻ PSCയുടെ അല്ലെങ്കിൽ കേരളത്തിലുള്ള സാലറി സ്കെയിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സെൻട്രൽ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് വരുന്ന സാലറി ശരിക്കും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ് സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ഇതിലേക്ക് പറഞ്ഞു വരുമ്പോൾ എന്താണ് പേ കമ്മീഷൻ എന്ന് ഞാൻ ജസ്റ്റ് ഐഡിയ ഇല്ലാത്ത ആളുകളാണെങ്കിൽ 1946 നമ്മൾ ആദ്യത്തെ ഒരു പേ കമ്മീഷനൊക്കെ വരുന്നത് കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഒരു മിനിമം സാലറി എന്ന് പറഞ്ഞാൽ 55 രൂപയായിരുന്നു. മാക്സിമം പേ എന്ന് പറഞ്ഞാൽ എത്ര ആയിരുന്നു?
2000 രൂപയായിരുന്നു. ഇതൊക്കെ എന്നാ 1946. നിങ്ങൾ ചിന്തിക്കുക, അന്നത്തെ ഗോൾഡ് റേറ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ ഈ ഒരു സാലറി സ്കെയിലൊക്കെ അന്നത്തെ ചെലവുമായി അന്നത്തെ ജീവിത സാഹചര്യവുമായി മാച്ച് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കിയ സാധനമാണിത്. ഇതിങ്ങനെ വ്യത്യാസപ്പെടുന്നുണ്ട്. 57 വന്നു, അതിനുശേഷം 1973 വന്നു. അപ്പോൾ അവിടുത്തെ മിനിമവും മാക്സിമവും ഒക്കെ താണ്ട് ഇവിടെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇംപ്ലിമെന്റ് ചെയ്ത ഇയറുകൾ ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതാ നോക്കൂ, അടുത്ത നമ്മുടെ നിയറസ്റ്റ് ആയിട്ടുള്ള 1986 750 രൂപയായിരുന്നു മാക്സിമം എന്തെന്ന് പറയുന്നത്. മിനിമം സാലറി 8000 രൂപയായിരുന്നു മാക്സിമം സാലറി. അന്നത്തെ കാലത്ത് ആ രൂപയൊക്കെ വലിയ ഒരു വാല്യൂ ഉള്ള എമൗണ്ട് ആയിരുന്നു. 1997 എത്തുമ്പോൾ 2550 രൂപയാണ് മിനിമം സ്കെയില്, 30,000 രൂപയായിരുന്നു മാക്സിമം സ്കെയില്. ഇന്ന് 6th പേ കമ്മീഷൻ എത്തിയപ്പോൾ 2006 ആയപ്പോൾ 6060 രൂപ മിനിമവും 80,000 രൂപ വരെ എന്തുവായി മാക്സിമം സ്കെയിലെത്തി. 2016 7th പേ കമ്മീഷൻ വന്നപ്പോൾ എന്താണ് 18,000 രൂപയാണ് ഏറ്റവും മിനിമം. അതായത് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ വരുന്ന ഏറ്റവും ചെറിയ പോസ്റ്റിന് 18,000 രൂപ സാലറിയും വലിയ പോസ്റ്റുകൾക്ക് മാക്സിമം സാലറി എത്ര വരെ എത്തി? 2.5 ലക്ഷം രൂപ വരെ പെർ മന്ത് സാലറി എന്ന ലെവലിലേക്ക് മാറി. അപ്പോൾ 8th പേ കമ്മീഷൻ വരുമ്പോൾ എന്തായിരിക്കും വ്യത്യാസം? ഈ മിനിമം പേ സ്കെയിൽ എന്ന് പറയുന്നത് തന്നെ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്ത് വലിയൊരു ലെവൽ 6600 18,000 അപ്പോൾ മിനിമം പേ സ്കെയിൽ എത്രയിലേക്ക് മാറും, മാക്സിമം എത്രയിലേക്ക് മാറും എന്നുള്ളത് അറിയാൻ താല്പര്യമുള്ളവർക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഫാക്ടർ എന്താണെന്ന് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച്. എന്താണ് 8th പേ കമ്മീഷൻ വരുമ്പോൾ 7th പേ കമ്മീഷനിൽ നിന്ന് എന്താണ് മാറ്റം? ഈ മാറ്റം ഉണ്ടാകുന്നത് മെയിൻലി ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ്. ഇത് 1996 ബേസിക് മിനിമം വാല്യൂവിനെ 1.40 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്കൊരു മോഡറേറ്റ് ആയിട്ടുള്ള സാലറി ഇമ്പാക്റ്റ് ഉണ്ടായി. അതുപോലെ 2006 1.86 എന്ന് പറയുന്ന ഫിറ്റ്മെന്റ് ഫാക്ടറുമായി മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം നമുക്ക് കിട്ടി. പക്ഷെ 2.57 എന്ന് പറയുന്ന വാല്യൂമായിട്ടാണ് എന്ത് മൾട്ടിപ്ലൈ ചെയ്തത്? 2016. അതാണ് ഈ സാലറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2016 എത്തിയപ്പോഴത്തേക്ക് ബേസിക്കിലും വലിയൊരു വ്യത്യാസം ഉണ്ടായി, അതുപോലെ തന്നെ എന്താണ് മാക്സിമം സ്കെയിലും വലിയൊരു വ്യത്യാസം ഉണ്ടായി. അപ്പോൾ 2016 ഉണ്ടായ ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് വെച്ചാൽ 2.57 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു സാലറി ഇമ്പാക്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതെന്ന് പറയുന്നത് 2.28 മുതൽ 2.86 വരെയുള്ള ഫിറ്റ്മെന്റ് ഫാക്ടർ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ ആരുമായിട്ട് പ്രതീക്ഷിക്കുന്നത്? 7th പേ കമ്മീഷനിലെ ബേസിക് സാലറിയുമായി ഇതിന്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഒരു സിഗ്നിഫിക്കന്റ് ഹൈക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ത്? 2024 പേ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ. അപ്പോൾ എത്രയായിരിക്കും വ്യത്യാസം? എല്ലാവർക്കും അറിയേണ്ടത്, സാർ എത്ര വരെ നമുക്കൊരു വ്യത്യാസം കിട്ടും? അതിനുള്ള ഉത്തരമാണ് ഞാൻ ഇവിടെ തരുന്നത്. നമുക്ക് 7th പേ കമ്മീഷനിൽ 2.57 മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് 18,000 വന്നതെങ്കിൽ ഈ 18,000 നമ്മൾ 2.28 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് 41,000 രൂപ വരെ സാലറി ഇൻക്രീസ് ഉണ്ടാവാം. എന്നാൽ 2.26 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ 2.86 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു 51,000 രൂപ വരെ സാലറി വ്യത്യാസം ഉണ്ടാകാം. അതായത് അവർ പറയുന്ന ഈ ഒരു റേഞ്ചിന് ഇൻ ബിറ്റ്വീൻ ആയിട്ടായിരിക്കും നമ്മുടെ ബേസിക് പേ 2026 വരാനായി പോകുന്നത് എന്ന് കൃത്യമായി പറയുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇംപ്ലിമെന്റേഷൻ നടക്കുമെന്ന്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൂടെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ടാക്സ് റിഡക്ഷൻ അവർ തന്നിരിക്കുന്നത്. ടാക്സ് റിഡക്ഷൻ എത്രയാണ് തന്നേക്കുന്നത്? 12 ലക്ഷം വരെ ഉള്ള ആളുകൾക്ക് എന്ത് വേണ്ട? ടാക്സ് അടയ്ക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മാക്സിമം സ്കെയിൽ അപ്പോൾ എവിടെ പോവും? മാക്സിമം സ്കെയിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ വരെ മാക്സിമം സ്കെയിൽ പോകും. മാക്സിമം സ്കെയിൽ 5 ലക്ഷം രൂപ വരെ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം ഈ പറയുന്ന 12 ലക്ഷത്തിന് മുകളിലേക്ക് ഒരുപാട് ആളുകളുടെ സാലറി സ്കെയിൽ 2026 മാറ്റും. അതിനനുസരിച്ച് അവരെല്ലാം എന്തടക്കേണ്ടിയും വരും? ഇൻകം ടാക്സ് അടയ്ക്കേണ്ടിയും വരും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു, ഏറ്റവും ചെറിയ ജോലിക്ക് വരെ സെൻട്രൽ ഗവൺമെൻറ് ജോലിക്ക് അവർ ഏകദേശം 40,000 രൂപ മുതൽ 50,000 രൂപ വരെ സാലറി സ്കെയിൽ ആക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ പല രീതിയിൽ ആൾക്കാർ നെഗറ്റീവ് അടിക്കും, ഇതൊന്നും കിട്ടത്തില്ല, കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുമെങ്കിലും ഞാൻ കൃത്യമായിട്ട് പറയുന്നു, നിങ്ങൾ വിഷനോടുകൂടി പഠിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ഒരു സെൻട്രൽ ഗവൺമെൻറ് എക്സാമിന് വേണ്ടി നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സാലറി സ്കെയിലാണ്.
ഈ ഹൈക്കാണ്. ഏറ്റവും ചെറിയ പോസ്റ്റിന് പോലും, ഒരു ഗ്രൂപ്പ് ഡി പോസ്റ്റിന്, ഒരു MTS പോസ്റ്റിന് പോലും നിങ്ങൾക്ക് 40,000 മുതൽ 50,000 വരെ ബേസിക് സാലറിയിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് വളരെ വലിയ അട്രാക്ഷനാണ്. നിങ്ങൾക്ക് പിന്നെ സർവീസ് ടെസ്റ്റ് എഴുതി മാറാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ആനുവലി ഉണ്ടാവുന്ന ഇൻക്രിമെന്റുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ സേഫ് ആകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ മസ്റ്റായിട്ടും ഈ ഒരു ചേഞ്ച്, ഈ 8th പേ കമ്മീഷനെ മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾ ആഗ്രഹിക്കുന്നവരിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ മുന്നേ എത്തിക്കുക എന്നുള്ളതാണ് ദിശ അക്കാഡമി ചെയ്യുന്നത്. ഇനി ഈ വർഷം വരുന്ന SSC പരീക്ഷകൾ ഏതൊക്കെയാണ്? അപ്പോൾ ഈ വർഷത്തെ പരീക്ഷകൾക്ക് ഒരുങ്ങുന്നവർക്ക് SSC CGL പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ 22 ഏപ്രിലിൽ വരുന്നുണ്ട്. CPOയുടെ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ 16 മെയ് വരുന്നുണ്ട്. CHSL പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ 27 മെയ് വരുന്നുണ്ട്. MDS 26 ജൂൺ വരുന്നുണ്ട്. സ്റ്റെനോഗ്രാഫർ 29 ജൂലൈ വരുന്നുണ്ട്. JEE 5 ഓഗസ്റ്റ് വരുന്നുണ്ട്. മക്കളെ, ഈ വർഷം മുഴുവൻ പരീക്ഷകളാണ്. നിങ്ങൾ 10ാം ക്ലാസ് ഉള്ളവർക്ക് എഴുതാം, +2 ഉള്ളവർക്ക് എഴുതാവുന്ന പരീക്ഷയുണ്ട്, ഡിഗ്രി ഉള്ളവർക്ക് എഴുതാൻ പറ്റുന്ന പരീക്ഷയുണ്ട്. CGL പോലെ മിനി സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്ന കൈൻഡ് ഓഫ് അട്രാക്റ്റീവ് എക്സാംസ് ഉണ്ട്. വളരെ വൃത്തിയായി, ഞാൻ പറയുന്നത് നിസ്സാരമായിട്ടൊന്നും പഠിച്ചാൽ പോരാ, വളരെ വൃത്തിയായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്രയും പരീക്ഷകൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ SSCയുടെ സൈഡിൽ നിന്ന് ഈ വർഷം 2025 ഇത്രയും പരീക്ഷകളുണ്ട്. ഈ പരീക്ഷകൾ എഴുതി ക്ലിയർ ചെയ്യുന്നവർക്ക് 2026 ജോലിക്ക് കയറാം. ഈ പേ കമ്മീഷന്റെ പ്രയോജനം നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും എക്സാമുകൾക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ദിശ അക്കാഡമിയുടെ 5 ഓഫ്ലൈൻ സെന്ററുകളിലും ഇതിൻ്റെയൊക്കെ എക്സാമുകളുടെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ദിശ അക്കാഡമി ഈസ് മെയിൻലി എക്സ്ക്ലൂസീവ്ലി കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ, കേന്ദ്ര ഗവൺമെന്റ് എക്സാമുകളായ SSC, റെയിൽവേ, ബാങ്കിങ് എക്സാമുകളാണ്. അപ്പോൾ ഇത്രയും പരീക്ഷ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കയ്യിൽ നിന്ന് നമുക്ക് ഈ വർഷം വരാനുള്ളതാണ്. ഇനി അതേപോലെ തന്നെ എന്തുണ്ട്, റെയിൽവേയുടെ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ ഇനി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ഫെബ്രുവരി 22 വരെ അപ്ലൈ ചെയ്യാനുള്ള ആരുണ്ട്, ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. ഗ്രൂപ്പ് ഡിയുടെ സാലറി തന്നെ 40,000 മുതൽ 50,000 മാറാനായിട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ ധൈര്യമായിട്ട് 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള 10ാം ക്ലാസ് ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്കും ഏജ് ഏകദേശം 18 മുതൽ 36 വയസ്സ് വരെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കേരളത്തിൽ LDC എഴുതിക്കൊണ്ടിരിക്കുന്ന, LGS എഴുതിക്കൊണ്ടിരിക്കുന്ന, ഡിഗ്രി ലെവൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും എഴുതാൻ പറ്റും. കൂടാതെ അത്യാവശ്യം വേക്കൻസി ഉണ്ട്, ഇതിനി ഇൻക്രീസ് ചെയ്യപ്പെടാം. അതുപോലെ തന്നെ ബേസിക് ഇപ്പോൾ 18,000 എന്ന് പറയുന്നെങ്കിലും ഗ്രൂപ്പ് ഡിക്കാരുടെ കൈ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി ഏകദേശം 30,000 രൂപയാണ്. ഇപ്പോൾ അവരുടെ കൈ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി ഏകദേശം 30,000 രൂപയാണ്. ഇനി അത് ഇൻക്രീസ് ചെയ്ത് ഹൈക്കായാണ് ഏകദേശം എവിടെ എത്തുന്നത്, 50,000 രൂപ. കാരണം ഇത് ബേസിക് ആണ്, അതിനകത്ത് പിന്നെ DA വരും, അതുപോലെ തന്നെ HRA വരും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ് 30,000 രൂപ സാലറി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതൊരു 40,000 to 50,000 ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു സാലറിയായി മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ഈ ഒരു അവസരം മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്യുക, SSCയുടെ പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുക, റെയിൽവേ ഇനി വിളിക്കാനിരിക്കുന്ന പരീക്ഷകൾക്കും കൃത്യമായി അപ്ലൈ ചെയ്യുക. എല്ലാ അപ്ഡേറ്റ്സും ഈ ചാനലിൽ നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾ എത്താനായിട്ട് ശ്രമിക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെ, സഹോദരങ്ങളെ ഇവരിലേക്കൊക്കെ എന്ത് ചെയ്യുക, എത്തിക്കാനായിട്ട് ശ്രമിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങളിലേക്ക് പങ്കുവച്ചത്. RRB ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് OBC കാറ്റഗറിക്ക് 3 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്. SC STക്ക് 5 വർഷം. 36 കഴിഞ്ഞിട്ട് അപ്പോൾ എത്ര, 39 വയസ്സ് വരെ OBCക്കാർക്ക് അപ്ലൈ ചെയ്യാം, 41 വയസ്സ് വരെ SC STക്കാർക്ക് അപ്ലൈ ചെയ്യാം. എക്സ് സർവീസ്മാൻ കാറ്റഗറി അങ്ങനെയുള്ളവർക്കുള്ള ഏജ് റിലാക്സേഷനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് മെയിൻലി പറയാനുള്ളത്. ദിശ അക്കാഡമിയിലൂടെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ കേരളത്തിനും വെളിയിലും എവിടെയിരുന്നു വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാമുകൾക്ക്, SSC, റെയിൽവേ, ബാങ്കിങ് എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യാം. ഓൺലൈൻ കോഴ്സുകൾക്കായി ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കൃത്യമായിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഓഫ്ലൈൻ ആഗ്രഹിക്കുന്നവർക്ക് കൊല്ലം, കൊട്ടാരക്കര, തൃശ്ശൂർ, കാലിക്കറ്റ്, അതുപോലെ ട്രിവാൻഡ്രം ബ്രാഞ്ചുകളിൽ പഠിക്കാം. അവിടുത്തെ നമ്പറുകളാണ് ഞാൻ ഈ കൊടുത്തിരിക്കുന്നത്. ആ നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളെ കുറിച്ചോ എന്തെങ്കിലും ഡൗട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിക്കാവുന്നതാണ്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ, 8th പേ കമ്മീഷനോട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ഞാൻ പറയുന്നു. CGL പോലുള്ള എക്സാമുകൾക്കൊക്കെ നിങ്ങളുടെ സാലറി 1 ലക്ഷം എന്ന സാലറിയിലേക്ക് പെട്ടെന്ന് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ CGL പരീക്ഷ എഴുതുന്നവർക്ക് 80,000 രൂപയാണ് സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്, CGL ഇപ്പോൾ എഴുതി കയറുന്നവർക്ക്. അപ്പോൾ 1 ലക്ഷം രൂപ സാലറിയിലേക്ക് നിങ്ങൾ എത്തുമോ എന്ന ക്വസ്റ്റ്യന് ഒരു ഡൗട്ടും വേണ്ട. വളരെ കൃത്യമായിട്ട് CGL ഒക്കെ എഴുതുന്നവരുടെ സാലറി, സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 1 ലക്ഷത്തിൽ മുകളിലായിരിക്കും വരുന്നത് എന്ന് ഓർമ്മിപ്പിച്ചു
ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ ആത്മവിശ്വാസത്തോടു കൂടി നിങ്ങൾ ട്രൈ ചെയ്യണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.